ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ജീൻസിനൊപ്പം പെയർ ചെയ്യാൻ പറ്റിയ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് കൊടുക്കുന്നത്. അപ്പം വളരെ ഇറക്കത്തിൽ നമ്മൾ ലൈനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് ഇത്. അപ്പോൾ അതാ ബാക്കിൽ ഇതുപോലൊരു ഹുക്ക് വരുന്നുണ്ട്. ഇതൊരു ഹൈനെക്ക് രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കട്ടിങ് കാണാം. ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. ആദ്യം തന്നെ ഞാനിതിൻ്റെ ലെങ്ത് ആണ് അടയാളപ്പെടുത്തി എടുക്കുന്നത്. പിന്നീട് ഞാൻ ഇതുപോലെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു. പിന്നെ 1 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഡൗൺ അടയാളപ്പെടുത്തി കൊടുത്തേ. ഇനി നമ്മുടെ ആം ഹോളിനുള്ള ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ ആ 1 ഇഞ്ചിൽ നിന്ന് താഴേക്കാണ് ഇതുപോലെ അടയാളം ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എൻ്റെ അളവുകളൊക്കെ ആ ഡയറിയിലൊന്ന് നോക്കി അടയാളം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവും അതുപോലെ തന്നെ ഷേപ്പും ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എത്ര ഇറക്കത്തിൽ 14 ഇഞ്ച് ഇറക്കത്തിലാണ് ഞാനിവിടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആ ഷേപ്പ് ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റുമേ. ഇനി ഈ ചെസ്റ്റിൻ്റെയും ഷേപ്പിൻ്റെയും എല്ലാം നമ്മൾ ആ ഒരു ജോയിൻറ്റുകളൊക്കെ ഒന്നിച്ചൊന്ന് വരച്ചു കൊടുത്തു. താഴേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു ലൈൻ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 44 ഇഞ്ച് വീതിയൊക്കെ വരുന്ന ഒരു തുണിയായിരുന്നു. അപ്പോൾ ആ ഒരു അളവിലേക്ക് നമ്മൾ അങ്ങനെ അങ്ങ് ലൈനിൽ തന്നെ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇവിടെ ഞാൻ ആ കഴുത്തിൻ്റെ മെഷർമെൻ്റ് കൂടി അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഫ്രണ്ടിനൊക്കെ ഒരു 3 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഇറക്കം. അതുപോലെ അകലം ഞാൻ കൊടുക്കുന്നത് ഒരു 3.5 ഇഞ്ചാണ്. അതുപോലെ ബാക്കിലത്തെ നെക്കിന് ഞാനൊരു 1.5-2 ഇഞ്ചാണ് എടുക്കുന്നത്. എങ്കിലേ ആ ഒരു ഹൈ നെക്ക് മോഡലിൽ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇട്ട് ഞാൻ ആ ഒരു ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു ലോങ് സ്ലീവ് അല്ല, ഒരു 3/4 സ്ലീവ് തന്നെ. ഇച്ചിരി ലൂസ് കൂടിയ ടൈപ്പിലാണ് ഞാൻ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു ഭാഗമാണ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് അല്പം കൂടി പോയിരുന്നു. പിന്നെ ഞാൻ അതൊന്നുകൂടി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ രണ്ടാമത് ഞാനിത് ചിരുകുള്ള ലെങ്ത് കുറച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ മാർക്കിങ്സ് ഒക്കെ ചെയ്തിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ചുവട്ടിൽ വരുന്നത് നല്ലൊരു വീതി വരുന്നുണ്ട്. ഏകദേശം ഒരു 12 ഇഞ്ചോളം ആ ഒരു ലൂസ് ഞാനിവിടെ അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് അളന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കൈയെക്കാട്ടിലും കുറച്ചുകൂടി ലൂസ് ഉണ്ട് ഇതിന്. പക്ഷേ സൂപ്പർ കംഫർട്ടബിൾ ആണ് ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ. അപ്പം ഞാൻ ബാലൻസ് വന്ന പീസുകൾ കൂടി എടുത്തു വയ്ക്കുന്നുണ്ട് കഴുത്തിലൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങി. ആദ്യം തന്നെ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. വേറെ ഒരു ഫാബ്രിക്കിൽ നിന്ന് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ
അകത്തേക്ക് പടി പോലെ കൈയുടെ അടിഭാഗത്തും കഴുത്തിനടിഭാഗത്തും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ ഞാൻ കൈയുടെ അടിഭാഗത്ത് പടി പോലെ പിടിപ്പിച്ചാണ് മടക്കി തയ്ച്ചെടുത്തിരിക്കുന്നത്. ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇനി യെല്ലോ തുണിയിൽ തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് പതിച്ചടിച്ചിട്ട് അകത്തേക്ക് മടക്കി വെച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഇതുമായിട്ടൊരു കോൺട്രാസ്റ്റ് വരുന്നൊരു കളറാണ് ഞാൻ യെല്ലോ പോലത്തെ കളർ ഞാൻ സെലക്ട് ചെയ്തത്. ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക. അപ്പം നല്ല പെർഫെക്റ്റിൽ തന്നെ നമുക്ക് ആ ഒരു സ്ലീവ് കിട്ടും. അവിടെ കൈയുടെ അടിഭാഗത്തൊരു വെയിറ്റ്, ആ ഒരു കൈ നന്നായിട്ട് അങ്ങനെ നിൽക്കാനും അത് സഹായിക്കും. ഈ ഒരു കളറുള്ള ഈ ഒരു വേറൊരു പീസ് ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ വെയിറ്റ് കൊണ്ട് അവിടെ അങ്ങനെ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും കൈ. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിലത്തെ ഒരു ഓവൽ ഷേപ്പിലത്തെ ഒരു റൗണ്ട് നെക്കാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ അവിടെ ക്യാൻവാസ് വെച്ചൊന്ന് അടിച്ചെടുത്തു. പിന്നെ അതിന് മുകളിൽ നമ്മൾ ഇതുപോലെ ആ യെല്ലോ തുണിയിൽ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ടെടുക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ ഇതിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് അരിയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് അകത്തേക്ക് മടക്കി വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ തേക്കുന്നതിനൊക്കെ ഇച്ചിരി മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ആക്കി എടുത്തത്. ഇനി ബാക്കിലത്തെ നെക്കിൽ നമ്മൾ താഴേക്ക് ഇതുപോലെ ഒരു ഓവൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിപ്പ് വെച്ചെടുക്കുന്നുണ്ട്. അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്റ്റിപ്പ് പിടിപ്പിച്ചെടുക്കുന്നത്. സ്റ്റിപ്പല്ല, ക്യാൻവാസ് വെച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ടെടുക്കുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു ഓപ്പണിംഗ് ആയിട്ടാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ നമ്മളുടെ തല അങ്ങോട്ട് കയറത്തില്ല, മുകളിലേക്ക് ഉടുപ്പിടാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പണിങ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ തിരിച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ കിട്ടും. ഇനി ബാക്ക് വശം നമ്മൾ ഇതുപോലെ ആ യെല്ലോ പീസ് അകത്തേക്ക് സ്ക്വയറിൽ വെച്ച് അങ്ങ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇത്രയും പോർഷനേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ആക്കുവാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാനിതിൽ കൊടുക്കാത്തത്, വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒന്നൊരു 10 ഇഞ്ച് മുകളിലേക്ക് നീക്കിയാണ് ഞാനൊരു സ്ലിറ്റ് കൊടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്. താങ്ക് യു.